എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത് ആരെയെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമേ ഉള്ളൂ, അത് ഗാന്ധിജിയാണ്. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെയും അവസാനത്തെയും ഇൻസ്പിറേഷൻ എൻ്റെ അച്ഛനാണ്. എൻ്റെ ഏറ്റവും വലിയ സുഹൃത്ത് ഒക്കെ എൻ്റെ അച്ഛനാണ്. സാറിൻ്റെ ഈ ഒരു ലോങ് ജേർണിയിൽ, എസ്പെഷ്യലി ഒരു മീഡിയ ജേർണി, ഒഫീഷ്യൽ ജേർണി, സാറിന് ഏറ്റവും ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളൊരു പേഴ്സണാലിറ്റി അങ്ങനെ എടുത്തു പറയാൻ പ്രത്യേകിച്ചൊരു വ്യക്തിത്വം ഉണ്ടെങ്കിൽ അതാരായിരിക്കും? എനിക്ക് തോന്നുന്നു ഓഡിയൻസിനൊക്കെ അതറിയാൻ വളരെ ആകാംക്ഷ ഉണ്ടായിരുന്നു. അത്ഭുതപ്പെടുത്തിയിട്ടുള്ള മനുഷ്യർ, എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത് ആരെയെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമേ ഉള്ളൂ, അത് ഗാന്ധിജിയാണ്. കാരണം മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ് എന്ന് അതിനു മുൻപും അതിനുശേഷവും ഇനിയും ഇതിനു മുൻപും വരാനിരിക്കുന്ന ഏത് തലമുറയിലും മറ്റൊരാൾക്ക് പറയാൻ കഴിയില്ല. സ്വന്തം ജീവിതമാണ് സന്ദേശമെന്ന് പറയുവാൻ കഴിയുന്ന അത്രത്തോളം പൂർണ്ണതയിലേക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ജീവിത ശുദ്ധി അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നതുകൊണ്ടാണ്. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെയും അവസാനത്തെയും ഇൻസ്പിറേഷൻ എൻ്റെ അച്ഛനാണ്. എൻ്റെ ഏറ്റവും വലിയ സുഹൃത്ത്, എൻ്റെ ഏറ്റവും വലിയ ക്രിട്ടിക്, എൻ്റെ ഏറ്റവും വലിയ ചങ്ങാതി, എൻ്റെ ഏറ്റവും വലിയ ആശ്രയം, പല കാര്യങ്ങളിലും എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തി ഒക്കെ എൻ്റെ അച്ഛനാണ്. മരണത്തിന് തൊട്ട് മുമ്പുള്ള നിമിഷങ്ങളിൽ ഡോക്ടർമാർ എൻ്റെ മരണം ഉറപ്പിച്ചു കഴിഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ, അന്ന് വല്ലാതെ വിഷാദം എന്നെ പിടിമുറുക്കിയപ്പോൾ എൻ്റെ അച്ഛൻ എന്നോട് ചോദിച്ച ചോദ്യം, 40 വയസ്സ് വരെ സുഖമായല്ലേ ജീവിച്ചത്, ലോകത്തിൽ ഒരുപാട് സഞ്ചരിച്ചില്ലേ, 40ഒക്കെ നല്ല വയസ്സാണടാ, മരിച്ചു പോട്ടെന്നേ, ഞാനിവിടെ ഉണ്ടല്ലോ, 19 വയസ്സായിട്ട് ഞാനിവിടെ ഇരിക്കുകയല്ലേ, ധൈര്യമായിട്ട് മരിച്ചോ എന്ന് പറഞ്ഞ ആളാണ്. ഈ മരിക്കുന്നതിന് മുമ്പ് ചില ആളുകളുടെ വലിയൊരു തുടിപ്പ് കണ്ടു, പിന്നെയാണ് മരിച്ചതെന്ന് പറയുന്നത്. അതൊരു സ്റ്റെം സെൽസ് ബ്രേക്ക്ഔട്ടാണ്. പക്ഷേ ഇൻ മെനി ക്രോസ് ഇൻസ്റ്റെഡ് ഓഫ് ടേക്കിംഗ് ദ പേഷ്യൻ്റ് അവേ ഇറ്റ് ക്യാൻ ടേക്ക് ദ ഡിസീസ് അവേ എന്നൊരു സിദ്ധാന്തം ഉണ്ടത്രേ. ജീവിക്കാനുള്ള വാഞ്ച അല്ലെങ്കിൽ ആ പ്രസംഗത്തിൻ്റെ നിമിഷത്തിലൊക്കെ ഉണ്ടായ ഒരു ബ്രേക്ക് ഔട്ട് ഓഫ് സ്റ്റെം സെൽസ് ആകാം. എന്തായാലും അതൊക്കെ ഒരു മിറാക്കിളാണ്. ഞാൻ പറഞ്ഞത് എൻ്റെ അച്ഛനെക്കുറിച്ചാണ്. 40 വയസ്സുള്ള മകൻ മരിക്കാറാകുന്നു എന്ന് പറയുമ്പോൾ 40 വയസ്സ് ഒരു രക്ഷ നന്നായിട്ടല്ലേ ജീവിച്ചത്, കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്ന അച്ഛനാണ് പോസിറ്റിവിറ്റി. അതെ അതെ, അത് തന്നെയാണ് സാറിൻ്റെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ. തീർച്ചയായും. അന്ന്